അൻവറിന്റെ UDF പ്രവേശനം വീണ്ടും സജീവ ചർച്ചയാകുന്നു. നിലമ്പൂരിൽ PV അൻവർ നിർണായക ഘടകമായെന്നാണ് UDF വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ 27-ന് ചേരുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം അൻവറിന്റെ UDF പ്രവേശനം ചർച്ച ചെയ്യും. നിലമ്പൂരിൽ ശക്തി തെളിയിച്ച PV അൻവറിനെ ഒപ്പം ചേർക്കുന്ന കാര്യത്തിലാണ് UDF-ൽ ചർച്ചകൾ സജീവമാകുന്നത്. തനിച്ചു മത്സരിച്ച് 20,000-ഓളം വോട്ട് പിടിച്ച അൻവറിനെ കൂടെ കൂട്ടണമെന്നാണ് പ്രധാന ഘടകകക്ഷികളുടെ അഭിപ്രായം. കോൺഗ്രസിലും സമാനമായ അഭിപ്രായം ശക്തമാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അൻവർ വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, നോ കമന്റ്സ് എന്ന് പറഞ്ഞാൽ നോ കമന്റ്സ് ആണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് അൻവറിനെ കൂടെ നിർത്തണമെന്ന അഭിപ്രായം ശക്തമാകുന്നത്. ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകമാകും. അൻവറിനെ ചെറുതായിട്ടൊന്നും പറയുന്നില്ലല്ലോ. അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ, അതിനെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ടല്ലോ. ധാരാളം ഐക്യജനാധിപത്യ മുന്നണിയുടെ യോഗങ്ങൾ നടക്കാനുണ്ട്. ഏതായാലും അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കും. നിലമ്പൂരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം പിടിച്ചെടുക്കാൻ അൻവറിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് വിലയിരുത്തുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും K സുധാകരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ പല നേതാക്കളും അൻവറിനെ കൂടെ നിർത്തണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 27-ന് ചേരുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം അൻവറിന്റെ മുന്നണി പ്രവേശനവും ചർച്ച ചെയ്യും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.